സാംസ്കാരിക കേരളം ഒന്നടങ്കം തന്നെ ഗസയിലെ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേരുകൾ ചൊല്ലിക്കൊണ്ടാണ് ഇന്ന് വലിയൊരു ഐക്യദാർഢ്യം നടത്തിയത്. പരിപാടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? വൈകിട്ട് 4:30 എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഈ പരിപാടി ആരംഭിച്ചത്. ഇതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സിനിമ, സാംസ്കാരിക, സാമൂഹിക മാധ്യമ രംഗങ്ങളിലെല്ലാം തന്നെ പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഈ ഗസയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഗസയിൽ കൂട്ടക്കൊല ചെയ്ത 18,000 അധികം കുട്ടികളെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ ഈ കുട്ടികളുടെ പേരുകൾ ഓർമ്മിപ്പിച്ച ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യ പരിപാടി കൊച്ചിയിലാണ് സംഘടിപ്പിക്കുന്നത്. 18,000 പേരുടെ കുട്ടികളുടെ പേരുകൾ വായിക്കുന്ന ക്യാമ്പയിനാണ്. ഇവിടെ കൊച്ചിയിൽ 1500 കുട്ടികളുടെ പേരുകൾ ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ വായിക്കും. അതിനുശേഷം മറ്റുള്ള വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലായി നടക്കുന്ന വരും ദിവസങ്ങളിൽ മറ്റുള്ള കുട്ടികളുടെ പേരുകളും വായിക്കും. അത്തരത്തിലൊരു ഈ പലസ്തീനിൽ കുഞ്ഞുങ്ങളടക്കം കൂട്ടക്കുരുതി നടത്തുന്ന ഈ സംഭവത്തിൽ ഈ ഒരു വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങൾ എഴുത്തുകാരൻ NS മാധവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശശികുമാർ, മീഡിയ വൺ എഡിറ്ററായ പ്രമോദ് രാമൻ സർ, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത് PF മാത്യൂസ്, നടൻ ഇർഷാദ് അലി, ഗായിക സിതാര കൃഷ്ണകുമാർ, നടി ജ്യോതിർമയി, ആഷിഖ് അബൂർ, മുൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, കൂടാതെ മുൻ അംബാസഡർ വേണു രാജാമണി, നടി നിഖില വിമൽ അടക്കമുള്ള നിരവധി വിവിധ സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖർ ഇതിന്റെ ഭാഗമാവുകയും ചെയ്തു. ഇപ്പോഴും ഈ പ്രതിഷേധ സംഗമം, ഈ ഒരു ഐക്യദാർഢ്യ കൂട്ടായ്മ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.